സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് മരിച്ചിട്ട് അടക്കപ്പെട്ടില്ല. പെട്ട ഒത്തിരി എണ്ണം ഉണ്ട്, ഇല്ലയോ? ഒത്തിരി, മുഴുവൻ പെട്ടിരിക്കുക. സ്തോത്രം. പെട്ടത് ഒത്തിരി ഉണ്ട്. യേശു അങ്ങനെ പെട്ടില്ല, മരിച്ചിട്ട് അവിടുന്ന് ഉയർത്തു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. അതാകുന്നു സുവിശേഷം. എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്താണ് സുവിശേഷം? സുവിശേഷം മതം മാറ്റമല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറ്റുകയല്ല, ആൾക്കാരെ കൂട്ടി ഓളവും ബഹളവും മേളവും ഉണ്ടാക്കുന്നതല്ല, റോഡ് ബ്ലോക്ക് ചെയ്യുന്നതല്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. റോഡ് അങ്ങ് ബ്ലോക്കാണ്. നമ്മൾ ഓടിച്ചു വരുമ്പോൾ റോഡിൽ ആവശ്യമില്ലാത്തതെല്ലാം വെച്ചേച്ചേ. നമുക്ക് ആവശ്യമില്ലാത്തതാ, അവർക്ക് ആവശ്യമാണ്. ബ്ലോക്കാ. നമ്മൾ അങ്ങോട്ട് വരും, ഇവനൊരു പൊടിമീശയും ആ മുണ്ട് ഇച്ചിരി ഒന്ന് കളത്തി എന്ന് പറഞ്ഞാൽ ഇവനെ പഴയ ട്രാഫിക് പോലീസ് അല്ലേ. എടാ, നിയമം എല്ലാവർക്കും ബാധകമല്ലേ? അധികാരികൾ എന്നാ കണ്ണടയ്ക്കുന്നേ? ഇതും കാണണ്ടായോ? നമ്മുടെ ഉപദേശമാരായാലും ഒരു മുക്കിനോ മൂലയ്ക്കോ നിന്ന് ഒരു പരസ്യം നടത്തിയ ഉടനെ ഇവനെല്ലാം അങ്ങ് കുടുന്നു പൊങ്ങും. നിങ്ങളെന്നാ പേടിച്ചിരിക്കുന്നത്? തല്ലുകൊള്ളു കാരണം ഞാൻ തന്നെ കൊള്ളത്തില്ല, നിങ്ങൾക്കെല്ലാം തന്നേച്ചേ പോവുള്ളൂ. അങ്ങനെ തന്നെ ഞാൻ കൊണ്ടുവച്ച് പോകുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ യോജിച്ചിരുന്ന നമുക്ക് കിട്ടുന്നത് വീതം വെച്ച് എടുക്കാം. ഇങ്ങനെ അങ്ങനെയൊക്കെ ഇരിക്കണം. അല്ല പിന്നെ ഞാൻ തന്നെ എനിക്കും ദേഹം നോക്കുകയല്ലേ. അപ്പൊ ഒരു കാര്യം പറയാ, അവൻ റോഡ് ബ്ലോക്ക് ചെയ്യുന്ന നല്ല സുവിശേഷം, വടിവാളുകിറക്കി ഭീഷണിപ്പെടുത്തി മതത്തിൽ ചേർക്കുന്ന നല്ല സുവിശേഷം, തോക്ക് ചൂണ്ടിക്കാണിച്ച് ഭീഷണിയുടെ സ്വരം മുടക്കി മതത്തിൽ ചേർക്കുന്ന നല്ല സുവിശേഷം, നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തുന്ന നല്ല സുവിശേഷം. പിന്നെ എന്തുവാ സുവിശേഷം? സുവിശേഷം മതം മാറ്റമല്ല, ആമേൻ സ്തോത്രം. സഭ മാറുകയല്ല, സംഘടന മാറുകയല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാ. അത് മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുമ്പോൾ സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. അതാണ് സുവിശേഷം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം. മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം. മംഗള ജയ ജയ സന്ദേശം. അജ്ഞാനന്ദത ആകയകറ്റും വിജ്ഞാന കതിർ വീശും. വിജ്ഞാന കതിർ വീശും. വേദാന്ത പൊരുൾ സുവിശേഷം. മംഗള ജയ ജയ സന്ദേശം. വേദാന്ത പൊരുൾ സുവിശേഷം. മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം. മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം. മംഗള ജയ ജയ സന്ദേശം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. അപ്പൊ ഓടിച്ചു പറയാ, എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? എന്തിനാ? ചില ആൾക്കാർ പറഞ്ഞ കുറെ അവന്മാരുടെ വയറ്റിപ്പഴപ്പാണ്. ഇന്നാള് ഞങ്ങൾ പോയപ്പോ ഒരു തള്ള മതിലിനകത്ത് നിന്ന് പറയാം, ആണ്ടെ പണിയില്ലാത്ത കുറെ അവന്മാര്. ഈ ബോധക്കേടുകാരി തള്ളയോട് എന്നാ പറയാനാ? ഇവിടെ ഇരിക്കുന്ന ഇങ്ങോട്ട് നോക്കിയാൽ സ്റ്റേജിൽ ഇരിപ്പ് കണ്ടില്ലേ? എല്ലാം വിദ്യാഭ്യാസവും വിവരമുള്ളതാ, ഇല്ലാത്തത് എനിക്കേ ഉള്ളൂ. നിങ്ങൾ നോക്ക്. അതുകൊണ്ട് ഒരു സ്തോത്രം പോലും ചിലർ പറയുന്നില്ല. കാരണം ഭയങ്കര ജ്ഞാനവും അറിവും കൃപയുള്ളത് കൊണ്ടല്ല ഇരിക്കുന്ന. നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. ഇവരെല്ലാം നല്ല ജ്ഞാനമുള്ളവരും ഡോക്ടർമാരും റവറന്റുമാരും ഒക്കെയാ. അവൻ വെറും പീത്ത ജ്ഞാനേ ഉള്ളൂ. എനിക്ക് ആ വിവരമില്ലാത്തത്. അതെ, ഇന്നാളൊരാൾ പറഞ്ഞ അയാൾക്ക് വിവരമൊന്നും ഇല്ലെന്ന് സത്യമാണ്. വേറൊരാൾ പറഞ്ഞു, അവനെ പുള്ളി പറഞ്ഞതാ, അവൻ്റെ തന്ത കള്ളുഷാപ്പിൽ ജോലിയല്ലേ, പുള്ളി പറഞ്ഞ ഭാഷയാണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് സത്യമായി. എൻ്റെ അപ്പന് കള്ളുഷാപ്പിൽ ഒരു ചെറിയ ജോലിയായിരുന്നു കേട്ടോ. അതെ, എൻ്റെ അപ്പം വളരെ കഷ്ടപ്പെടുത്തി ഞങ്ങളെ 4 മക്കളെ വളർത്തി. ഒരു കാര്യം അഭിമാനത്തോടെ പറയാം, കള്ളുഷാപ്പിൽ ജോലിയാണെങ്കിലും കുടിക്കത്തില്ലായിരുന്നു. 50 വർഷം ജോലി ചെയ്ത് കുടിക്കുകയല്ല, വലിക്കത്തില്ല. ഈ പറഞ്ഞ പുള്ളിയുടെ തന്ത കള്ളുഷാപ്പിൽ നിന്ന് ഇറങ്ങുന്നില്ല കുടിക്കാൻ. അത് വേറെ വിഷയം, പോട്ടെ.
എന്നാലും എൻ്റെ അപ്പനെ പറ്റി പറയുമ്പോൾ എനിക്ക് അഭിമാനമാണ്. അദ്ദേഹം ഞങ്ങളെ ദൈവകൃപയാകട്ടോ, ഞങ്ങളെ 7 മക്കളാ, 3 എണ്ണം മരിച്ചു, ഞങ്ങൾ 4 പേര് നിലവിലുണ്ട്. ഞങ്ങളെ 4 പേരെയും അത് അഹങ്കരിച്ച് പറയല്ല, ഒരാടെ മുന്നിൽ കൈ നീട്ടാൻ വിട്ടില്ല. പള്ളിക്കൂടം തുറക്കുമ്പോൾ എന്തെങ്കിലും പേനാതാ, പേപ്പർതാ, ബുക്ക് കൊടുക്കുന്നുണ്ടോ, ബാഗ് കൊടുക്കുന്നുണ്ടോ, പെൻസിലുണ്ടോ, തൂക്കുറബർ വിട്ടിട്ടില്ല. ആ ഉള്ള സാഹചര്യത്തിൽ ഉള്ളതുപോലെ ഞങ്ങളെ കഷ്ടപ്പെട്ട് എൻ്റെ അപ്പനും അമ്മയും എന്നെ വളർത്തി. അത് അഭിമാനമല്ലേ? ഞാൻ അമേരിക്ക ചെന്നപ്പോൾ ഇത് പറഞ്ഞപ്പോൾ കള്ളുഷാപ്പിൽ ജോലി അപ്പൻ്റെ ഒരുത്തൻ പറഞ്ഞു, അതൊന്നും പറയരുത്. ഞാൻ പറഞ്ഞു, ഓടാ, എൻ്റെ തന്തയുടെ കാര്യം ഞാൻ പറയാതെ നീ പറയൂടാന്ന് ചോദിച്ചു. എൻ്റെ തന്തയുടെ കാര്യം ഞാനല്ലേ പറയണ്ടേ? യവൻ പറയുമോ? ഇവൻ പറഞ്ഞാൽ ഒക്കുവോ? ദൈവത്തിൻ്റെ മഹത്വം ആട്ടെ, നമുക്ക് ആ വിഷയമൊക്കെ അങ്ങ് വിട്ടേക്കാം. എന്തിനാ വെറുതെ അലോഹ്യം ഉണ്ടാക്കുന്നത്? ഒരു കാര്യം പറഞ്ഞത്, ഇവരെല്ലാം വിദ്യാഭ്യാസവും വിവരവും കുടുംബശ്രേഷ്ഠതയൊക്കെ ഉള്ളവരാ, വല്ലോ ഇല്ലാത്തത് ഞാനാ. അപ്പൊ ഒരു ജോലിയും കൂലിയും മേലെ ഇല്ലാത്തവരല്ലിവര്. പിന്നെന്താ? സ്തോത്രം. യേശുവിന്റെ സ്നേഹം, രക്ഷയുടെ സന്തോഷം, ഇത് ഞങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇത് മറ്റുള്ളവരും കൂടെ അനുഭവിക്കണം. അതിനായി യോഗം ക്രമീകരിക്കുന്നതും ഈ ലഘുലേഖ തരുന്നതും ഈ മുക്കിനും മൂലയ്ക്ക് നിന്ന് കർത്താവിനെ വിളിച്ചു പറയുന്നത്, വല്ല ഒരുത്തനെങ്കിലും രക്ഷപ്പെട്ടാൽ നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാ, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറയനാകുന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ഓടിച്ചു പോകുക. എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. അതാ തീത്തോസ് 2:11 വായിച്ച്, സകല മനുഷ്യരും രക്ഷപ്പെടാൻ. മുമ്പേ പറഞ്ഞതാ, എങ്കിലും വായിച്ചോ 2:11 പെട്ടെന്ന് വായിര്. തീത്തോസ് 2:11. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. മതി തെളിഞ്ഞല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരം. എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും യേശുവിനെ അറിയണം. ഇനി അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ഇനി ആരാ ഇത് കേൾക്കേണ്ടത്? കേൾക്കേണ്ടത് ആരാ? ഇപ്പൊ നിങ്ങൾ പറയാ, ഞങ്ങളെല്ലാം കേട്ടേച്ചിരിക്കുക. അവരോട് പറ. നമ്മൾ ലഘുലേഖയായിട്ട് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ലഘുലേഖയുണ്ട്. തമ്പിയുടെ ഹൃദയം തകരുന്ന കപ്പൽ. ഈയുടെ ലഘുലേഖയുണ്ട്, സണ്ണിയുടെ ഹൃദയം. നിങ്ങൾ കണ്ടോന്നറിയാൻ മേല. കണ്ടോ? സണ്ണി ആയിക്കോട്ടെ. അപ്പൊ ഇതെല്ലാം ആയിട്ട് നമ്മൾ ഈ പോകുക. അപ്പൊ ചില ഇടങ്ങളിൽ ചെല്ലുമ്പോൾ ചോദിക്കാം, നമ്മൾ സുവിശേഷം വേണ്ട, നിങ്ങളുടെ ആൾക്കാരാണ്ട് അവിടെ ഉണ്ട്, അങ്ങോട്ട് ചെല്ല്. അങ്ങോട്ട് ചെറിയാച്ചനും കറിയാച്ചനും ചിന്നമ്മയും റോസമ്മയെ കണ്ട് അവിടെ ഉണ്ട്, അങ്ങോട്ട് പോകും. നമ്മളെ ഓടിക്കുക. നമ്മളുടനെ അങ്ങോട്ട് ചെന്നപ്പോൾ അവർ ചോദിക്കാം, സുവിശേഷം എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? ഞങ്ങൾ തോമാശ്ലീഹായുടെ കാലം മുതൽ കറ്റാന ഇടവകയുടെ പിന്നെ അങ്ങോട്ട് ചെല്ല്. ആട്ടെ, ദാമോദരനും ദാചായിണിയും പരമേശ്വരനും അബ്ദുള്ളയും റഹീമും ഒക്കെ അങ്ങോട്ട് ചെല്ല്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ എങ്ങ് നിർത്തുകയല്ല. എടാ, ഇത് ആരാ കേൾക്കേണ്ടത്? അയ്യോ, തിരുവചനം പഠിപ്പിക്കുന്നത് എല്ലാവരും കേൾക്കണം. 49 സങ്കീർത്തനം പ്രാരംഭവാക്യമായിര്. സങ്കീർത്തനം 49 പ്രാരംഭവാക്യം ഒന്ന് വായിച്ചോ പെട്ടെന്ന്. അറിവുള്ള വാക്യം എന്തെങ്കിലും വായിച്ചോ. സകല ജാതികളുമായുള്ളവരെ. എന്നാ തൊണ്ടയെല്ലാം അടഞ്ഞല്ലോ. ജോസെ മൈക്ക് നന്നായിട്ട് കൊടുക്കും. ജോസ് എന്തിയേ? ജോസ് അവിടെ കാനും പമ്മിയിരിക്കുകയായിരിക്കും. അവിടെ നിന്നാണോ ഇതെല്ലാം ചെയ്യുന്നത്? എന്നാ ഇത് കൊടുക്ക, വായിച്ച സഹോദരി. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. എന്തുവാ? സുവിശേഷം മതി. ഇത് കേൾക്കണം. ഏത് സുവിശേഷം? ഇത് സകല ജാതികളും കേൾക്കണം. മനുഷ്യനായ ജാതിയും വർഗവും മരണവും ഒക്കെ ഒപ്പിച്ചു വെച്ചത് വേറെ പുസ്തകം പഠിപ്പിക്കുന്നതും അത് അങ്ങനെ തന്നെയാ. സകല എണ്ണം ഒറ്റ ഒരുത്തന്റെ സന്തതികളാ ഇരിക്കുന്നതെല്ലാം. ഒറ്റ ഒരുത്തന്റെ. നിങ്ങൾ വിശ്വസിക്കുകയല്ലെന്ന് എനിക്കറിയാം. ഇരിപ്പ് കാണുമ്പോൾ അറിയാം വിശ്വാസമൊന്നും. പിന്നെ നമ്മുടെ ശൈലി ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് കൈ പൊക്കുക എന്നുള്ളത്. ലേലൂയ. പണ്ട് ഉറക്കം തൂങ്ങിയപ്പോൾ ആരാണ്ട് പറഞ്ഞു 3 ജിറാഫിനെ ഇറക്കുന്നത്, ഞങ്ങൾക്ക് ഒന്ന് വേണമെന്ന്. എന്തിനാന്ന് പോലും ഞങ്ങളുടെ സമുദായത്തിന് ഉറക്കം തൂങ്ങിയിരുന്ന് കൈ പൊക്കിയതാ. ഏത് കേസ് പറഞ്ഞാലും ഞങ്ങളുടെ സമുദായത്തിന് വേണമെന്ന്. അന്നേരം ആഫ്രിക്കയിൽ നിന്ന് 3 ജിറാഫിനെ അങ്ങനെ ചുമ്മാ ഇരുന്ന് പൊക്കുന്ന ആൾക്കാരുണ്ട്. അത് വേണ്ട. ഇത് സകല ജാതികളും ഇത് കേൾക്കണം. ഈ മനുഷ്യനാ ജാതിയും വർഗവും മരണം ഉണ്ടാക്കിയത്. കേട്ടോ, വേറെ പുസ്തകം പഠിപ്പിക്കുന്നത് ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഉളവാക്കി.
ഇരിക്കുന്ന മുഴുവൻ ഒരെണ്ണത്തിൻ്റെയാ. പിന്നെ ഈ ഏറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പ്രകൃതിയൊക്കെ എങ്ങനെ ഭക്ഷണം, ജീവിതചര്യ, നിഷ്ഠ, ചിട്ട, ക്ലൈമറ്റ്, അതുകൊണ്ടൊക്കെയാണ് നമ്മളെല്ലാം ഇങ്ങനെ പല രീതിയിൽ അല്ലേ പറ. പിന്നെ നമ്മളെ പോലുള്ളവർ തന്നെ അമേരിക്കയിലുണ്ട്, പക്ഷേ ഈ നിറവൊക്കെയാണ്, എന്നാലും വ്യത്യാസമുണ്ട് ഇല്ലേ? ഉണ്ട്. അതിനാ ഒരു ഉദാഹരണം, അവർ ചുമ്മാതിരിക്കുമ്പോഴും കഴിക്കുന്നത് നട്ട്സും പിസ്തായും ഒക്കെയാണ്. അപ്പം അതിൻ്റെതായ തൊലിക്കൊക്കെ നമ്മൾ കഴിക്കുന്നതിന് ആഞ്ഞിലിക്കൊക്കെ കുരു വറുത്തത്, ആഞ്ഞിലിക്കാ കുരു വറുത്താവല്ലോ, അങ്ങനെ ആവുമോ? അയ്യോ, ഞാൻ തമാശ പറഞ്ഞതല്ല. ഇപ്പോഴല്ലേ പിന്നെ ഇച്ചിരി മെച്ചമായത്. ആഞ്ഞിലിയുടെ ചോട്ടിൽ പോയി പഴുത്ത് വീഴുന്നത്, അല്ലെങ്കിൽ കയറി പറിച്ച് വെച്ച് ചാരത്തിനകത്ത് കൊണ്ട് അല്ല, പഴയതൊക്കെ ഒന്ന് ഓർക്ക്, ചുമ്മാ ഇരിക്കാതെ ചാരത്തിനകത്ത് കൊണ്ട് വെച്ചേ അതെടുത്ത് വെച്ച് പിന്നെ തോട് കളഞ്ഞ് കഴിച്ചേച്ച് അത് ഓട്ടുപറ വറുത്തേച്ച് അറിയാം ആ മുറത്തിലോട്ടിട്ട് മുളനാടി കൊണ്ട് ഉരുട്ടി, അതാണ് നമ്മുടെ നട്ട്സ്. അതൊക്കെ കഴിച്ചാൽ ഇങ്ങനെ തൊലിയിരിക്കുള്ളൂ, മറ്റവരങ്ങനല്ലല്ലോ. അപ്പം വ്യത്യാസം അത് ക്ലൈമറ്റും ഒക്കെ ഉണ്ട്, ഭക്ഷണക്രമം, ക്ലൈമറ്റ്, ജീവിതചര്യ, അതുകൊണ്ടൊക്കെയാ വ്യത്യാസം. പക്ഷേ ഒരു കാര്യം പറയാം, സകല എണ്ണ ഒറ്റയൊരുത്തന്റെ സന്തതിയാണ്. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഉളവാക്കി. എന്നാൽ കാലക്രമേണ മനുഷ്യനിതെല്ലാം തരംതിരിവ് വെച്ചിരിക്കുക. ഞങ്ങൾ ഇച്ചിരി കൂടിയതാ, അവര് കുറഞ്ഞതാ, ഞങ്ങൾ ഇച്ചിരി സ്റ്റാൻഡേർഡ് ഉണ്ട്, മറ്റവർക്ക് അതില്ല, അപ്പിടി ഇപ്പിടിയൊക്കെ പറഞ്ഞ് എടുത്തച്ഛൻ പണ്ടൊരു വരി എഴുതി, ബ്രാഹ്മണോകം നരേന്ദ്രോകം ആഡ്യോഗം എന്നിങ്ങനെ എഴുതം കലർന്നിടുന്ന ജാന്തരെ. അല്ല, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര സംസ്കാരമൊന്നും ഞാൻ പറയത്തില്ല, പരുവക്കേടാ. ഇതൊക്കെ മനുഷ്യരൊപ്പിച്ചതാ. അതുകൊണ്ടൊക്കെ ചേർത്താ പറഞ്ഞത്, സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. ഏത് കേൾക്കണം? സുവിശേഷം കേൾക്കണം. അതിന് എല്ലാവരും കേൾക്കേണ്ട വാർത്തയാ സുവിശേഷം, എല്ലാവരെയും കേൾപ്പിക്കേണ്ട വാർത്തയാ സുവിശേഷം, ആർക്കും കേൾക്കാൻ പറ്റാവുന്ന വാർത്തയാ സുവിശേഷം, ആരും ഇരുന്നാലും പറയാൻ കൊള്ളാവുന്ന വാർത്ത സുവിശേഷമുള്ളൂ. മറ്റ് വാർത്തകളൊന്നും എല്ലാവരും ഇരിക്കുമ്പോഴൊന്നും പറയാനൊക്കത്തില്ല. കേട്ടിട്ടില്ലേ? പ്രായമുള്ള ഒരു വർത്താനം പറയുമ്പോൾ ചെല്ലു പറഞ്ഞത്, എന്തുവാടാ പ്രായമുള്ള ഒരു വർത്താനം പറയുന്നതിൻ്റെ കീഴേ കയറി. ഇപ്പം പ്രായമുള്ളവർ അത്രയൊക്കെയാ പറയുന്നത്, കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത. ഞങ്ങൾ കൗൺസിൽ മെമ്പേഴ്സ് വർത്താനം പറയുന്നതിനിടെ ബ്രദറിന് തന്നെ അത്രയാ പറയുന്നത്. എന്നോട് നേരത്തെ പറഞ്ഞു, ഒന്നും പറയരുത്, ഒന്നും പറയുന്നില്ല, ഒന്നും പറയത്തില്ല, പേടിക്കണ്ട. ഇടയ്ക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ, വിട്ടു. താൻ പേടിച്ചിരിക്കുക, ദൈവമേ അയാൾക്ക് ഇളക്കം തുടങ്ങി, ഇത് നമ്മളെ എങ്ങാനും വെച്ചേക്കും. ഇല്ല, ഇളകത്തില്ല. ദൈവത്തിന് മഹത്വം. അല്ല, പിള്ളേർക്ക് കേൾക്കാൻ പറ്റാൻ പറ്റാത്ത കാര്യങ്ങളാ പലരും. പക്ഷെ ഒരു കാര്യം പറയാം, സുവിശേഷം എല്ലാവർക്കും കേൾക്കാം. പ്രായമുള്ളവർക്കും കേൾക്കാം, ചെറുപ്പക്കാർക്കും കേൾക്കാം, അപ്പനും വല്യപ്പനും കൊച്ചുമോനും കൊച്ചപ്പനും എല്ലാം ഒന്നിച്ചിരുന്ന്, അതല്ലാണ്ട് എല്ലാം ഒന്നിച്ചിരിക്കുകയല്ലയോ, കൊച്ചനും വേണ്ട അപ്പച്ചനും സ്തോത്ര അച്ചായനും എല്ലാം എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റാവുന്ന ഒരേ ഒരു വാർത്ത, അത് സുവിശേഷമാ, സത്വർത്തമാനം, ഗുഡ് ന്യൂസ്. ദൈവത്തിന് മകത്ത് നല്ല വാർത്ത. അതാ എല്ലാവരും ഇത് കേൾക്കണം. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. അതാ സുവിശേഷത്തിന്റെ വിശേഷത. കേട്ടാലുള്ള ഗുണം എന്നാ? അയ്യോ, കേട്ടാൽ ഇത് ഈ നമ്മുടെ ഈ സെക്ഷന്റെ ആദ്യ ദിവസമായതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നത്. ഇത് ഇങ്ങനെ പോയാൽ പോരെ? അതോ വേണ്ട? എന്നാ അങ്ങനെ ആയിക്കോട്ടെ. അല്ല, പ്രതിപക്ഷ ബഹുമാനം വേണം അതിനായി ചോദിക്കുന്നത്. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ സുവിശേഷം കേട്ടാൽ എന്തോ ഗുണമുണ്ടാകും. അയ്യോ, എടുത്തു വായിപ്പിക്കുന്നില്ല. മർക്കോസ് 1:14 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ യേശു ഗലീലയിൽ ചെന്ന് ആമേൻ അവരോട് സുവിശേഷം അറിയിച്ചു, ദൈവരാജ്യത്തിന്റെ സുവിശേഷം. ഒന്ന് വായിച്ചോ മർക്കോസ് 1:14 മുതൽ. പെട്ടെന്ന്. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട്. എല്ലാം വിവരിക്കുന്നില്ല. സുവിശേഷം കേട്ടാലുള്ള ഗുണം എന്നാണെന്നറിയാമോ? ഒന്ന്, മാനസാന്തരം ഉണ്ടാകും. മാനസാന്തരം എന്നാ? തിരിഞ്ഞു വരണം. മാനസാന്തരം എന്നാ? വഷളത്വം വിടണം. വാക്യങ്ങൾ എടുപ്പിക്കാൻ നേരമില്ല. നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെടുക. അങ്ങനെ പുസ്തകത്തിലെ വാക്യം. വഷളത്വം വിടണം. ശരിക്കും മാനസാന്തരം വന്നാൽ നിർബന്ധിക്കേണ്ട, തന്നെ ചെയ്യും. കൂടി ഇങ്ങനെ ചെയ്താട്ടെ എന്ന് പറഞ്ഞു ഒന്നും പറയണ്ട, ചെയ്യും. തെളിവ് സക്കായിടത്.
യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ. കാരണം കേട്ടിട്ടുണ്ട് യേശുവിനെ പറ്റി. പുള്ളി നീളക്കുറവായതുകൊണ്ട് അടുത്ത് കാണാൻ ഒക്കുന്നില്ല, എല്ലാം നല്ല നെടുപ്പമുള്ളവരാ. അപ്പൊ പുള്ളിക്ക് ഒരു ആഗ്രഹം, പുള്ളി എങ്ങനെയാണെന്നൊന്ന് നിങ്ങൾക്കറിയാമല്ലോ ഭാഗം, കേട്ടിട്ടുണ്ട് യേശുവിനെ പറ്റി. അപ്പോൾ ഒരാൾ പറഞ്ഞു എൻ്റെ അച്ചായ സ്തോത്ര യേശു എന്ന് പറയുന്ന ഒരാളുണ്ട്, എന്തോ സുമുഖനാ. അയ്യോ, ആ മുഖത്തോട്ട് നോക്കിയാൽ നമ്മൾ കണ്ണ് പറിക്കുകയല്ല. അയ്യോ കുഞ്ഞുഞ്ഞ് കണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച കവർണഭൂമിയിലെ യോഗം, അയ്യോ അതിൻ്റെ തലയാഴ്ച പള്ളിയിൽ ചെന്നു. പള്ളിയിരുന്നവരുടെ മുഴുവൻ കണ്ണും എന്തോ ഒരെണ്ണം കണ്ണ് പറിക്കുന്നില്ല. അതിനാന്ന് ചോദിച്ചാൽ നമ്മുടെ കെ എം മാത്യുച്ചാൻ്റെ അച്ചായനുണ്ടായിരുന്നില്ല, പേരുശ്ശേരി മത്തായിച്ചൻ, നമ്മുടെ തുവയൂര് സഭയിലെ കെ എം മാത്യു എന്നല്ലേ അച്ചാൻ്റെ പേര്? അതെ, അച്ചായൻ്റെ പിതാവ് പേരുശ്ശേരി മത്തായിച്ചനെ ആ മുഖത്തോട്ട് നോക്കി വെച്ച് എഴുതി, കണ്ണു പറിക്കാത്തൻ്റെ കാര്യം ഇങ്ങനെ എഴുതിയത്: കോടി സൂര്യ പ്രഭയേറും രാജരാജ നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കത് വാ, നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കത് വാ. കോടി സൂര്യ പ്രഭയേറും രാജരാജ നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കത് വാ, നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കത് വാ. അപ്പോൾ മാന്യകർത്തദാസൻ പേരുശ്ശേരി മത്തായിച്ചൻ ആ മുഖത്തോട്ട് നോക്കി വെച്ച് പറയുക, കോടി സൂര്യ പ്രഭയേറുന്നവനാ. അല്ല, നമ്മൾ ഇരിക്കും പോലൊന്നും അല്ല. ഒന്നാമത് എനിക്ക് നിങ്ങൾക്ക് ഒരു കളറും ഇല്ല, ഒരു നല്ല ഷെയ്പ്പും ഇല്ല, എന്നിട്ടും അരിശം കയറി ഇരിക്കുക, കൈപ്പുള്ള കഷായം കുടിച്ച പോലെ യോഗത്തിന്. എന്നാ ചെയ്യാനാ? ഇനിയൊന്നും ചെയ്യാനില്ല, സമയമായി. ഇനി എന്നാ ചെയ്യാനാ? ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ആ മുഖത്തോട്ട് നോക്കിയപ്പോൾ കോടി സൂര്യപ്രഭ. ആറന്മുളയിലിരുന്ന സൈമൺ സാറ് നോക്കി മുഖത്തോട്ട്, കെ വി സൈമൺ. പുള്ളിയ മത്തായിച്ചൻ വീട്ടിൽ നോക്കിയപ്പോൾ കോടി സൂര്യപ്രഭ. ആറന്മുളയിലിരുന്ന് സൈമൺ സാർ ആ മുഖത്തോട്ട് നോക്കി വെച്ച ഒരു വരി എഴുതി: നിൻമുഖത്തു നിന്നു തൂകും നന്മധൂരത്തിലമ്പ്, നിൻമുഖത്തു നിന്നു തൂകും നന്മധൂരത്തിലമ്പ്, മുങ്ങിലയിക്കും ദിവ്യജ്ഞാനികൾ നിന്റെ നന്മൊഴി കരി ഗണയുപതി നവ്യമയസയൻസുമില്ലതു സമ്മതിക്കും നഗ്നരല്ല പ്രാണികൾ എല്ലാം ഉണ്മയാറിയുന്നതില്ലേ മാനികൾ. അപ്പൊ ശ്രദ്ധിച്ചേ, സാറ് മുഖത്തോട്ട് നോക്കി വെച്ച് പറയാ, ആ തിരുമുഖത്ത് നിന്ന് തേൻ ഇറ്റിറ്റ് വീടുന്നു മധു നമ്മുടെ മുഖത്ത് നിന്നോ? ഒന്നും പറയുന്നില്ല ഞാൻ. പിന്നെ ചിലരെ കൺവെൻഷൻ വെക്കാണ്ട് ഏതാണ്ടെല്ലാം തേച്ച് ഇച്ചിരിയൊക്കെ ഒരു പരുവത്തിനാ. ചിലരെ എന്ത് അഡ്ജസ്റ്റ് ചെയ്താ വന്നിരിക്കുന്നത് ഒരു പരുവത്തിനൊക്കെ. നാളൊരാളെ കണ്ട് മുടിയില്ല, പിന്നെ അത് ഇവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് വെച്ച് ഒരു പരുവത്തിനൊക്കെ. കുറ്റമല്ല, അതങ്ങനെ എന്ത് അഡ്ജസ്റ്റ് ചെയ്താ വന്നിരിക്കുന്നത്. പക്ഷേ ആ മുഖത്തോട്ട് നോക്കിയപ്പോൾ തേൻ ഇറ്റിട്ട്, യോ മുഖത്തോട്ട് നോക്കിയാ തേനെ, വായിന്ന് വരുന്നതോ ലാവണ്യവാക്ക്. അതുകൊണ്ട് എഴുന്നേറ്റ് പോകാൻ തോന്നുന്നില്ലെന്ന്. 3 ദിവസമൊക്കെ യോഗം അങ്ങോട്ട് വെച്ച ഒരെണ്ണം പോകുന്നു. ഒരു ചെറുക്കനാന്ന് 5 യവത്തപ്പവും 2 മീനുമായിട്ട് വന്നിരിക്കുക. അവന് ഇതിൻ്റെ മീൻ്റെ കാര്യവും മറന്നു. യവത്തപ്പം നമ്മളാന്നേ വന്നപ്പോൾ മുതലേ അപ്പത്തെ നോക്കിയിരിക്കുക, എപ്പോഴാണ് ഇത് മുറിക്കുന്നത്, എപ്പോഴാണ് ഇത് കിട്ടുന്നത്. അവന് ഇത് വിട്ടേച്ച് സ്വർഗീയപ്പം കിട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് പിരിച്ചു വിടാൻ. അപ്പം പറഞ്ഞു ഇവിടെ ചായക്കടയൊന്നുമില്ല. അയ്യോ പിന്നെങ്ങനെ? ആ പിരിച്ചു വിടേ, നിങ്ങൾ കൊടുക്ക്, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. അപ്പം അന്ത്രയോസ് പറഞ്ഞു, ഇവിടെ ചെറുക്കൻ്റെ കയ്യിൽ 5 യവത്തപ്പം. അത് ചരിത്രം പറഞ്ഞ അന്ത്രയോസിൻ്റെ മോനായിരുന്നെന്നാണ് പറയുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അപ്പനും മോനും കൂടെ യോഗത്തിന് പോകുന്നപ്പോൾ അമ്മ കൊടുത്തു വിട്ടതാന്ന് വേദപഠിതാക്കൾ പറയുന്നു. അതുകൊണ്ടാണ് പുള്ളി 5000 ജനവിരിക്കുന്നതിനിടെ ചെറുക്കൻ്റെ കയ്യിൽ 5 അപ്പം ഇരുന്നത് പുള്ളി അങ്ങനെ അറിഞ്ഞ്. പുള്ളിയുടെ വീട്ടിൽ നിന്ന് കൊടുത്തതാണ് 5 അപ്പം യവത്തപ്പം. യോഗത്തിന് പോകുമ്പോൾ വല്ലതൊക്കെ കൊടുക്കണേ, ഒന്നുമില്ല സ്വോത്രാഴ്ചയെങ്കിലും. അത് പറഞ്ഞിട്ട് സന്തോഷമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവിടുത്തെ വായിന്ന് വരുന്നതല്ല ലാവണ്യവാക്ക്. എഴുന്നേറ്റ് പോകാൻ തോന്നുന്നില്ല. അപ്പൊ മുഖത്തോട്ട് നോക്കിയാൽ എന്തോ പ്രഭ, വായിന്ന് വരുന്ന ലാവണ്യവാക്ക്. അപ്പൊ സക്കായിയോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്.
അപ്പോൾ വേറൊരാൾ പറഞ്ഞു, എൻ്റെ അച്ഛാ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു യോഗം കഴിഞ്ഞ് വരിക, യേശു ശിഷ്യന്മാർ നമ്മുടെ ആ നൈലിനെ വിധവയുടെ മകനെ അതിനെ അടക്കാൻ കൊണ്ടുപോയതാ. യേശു ഇങ്ങോട്ട് വന്ന് മഞ്ചത്തെ തൊട്ട് ചെറുക്കൻ ചാടി എഴുന്നേറ്റു. ആന്നോ? ഇതൊക്കെ കേട്ടപ്പോൾ പുള്ളിക്ക് ഒരു ആഗ്രഹം എങ്ങനെയുള്ളവനെന്നൊന്ന് കാണണം. എന്നിട്ട് ചെറുക്കനെയും കൊണ്ട് പുള്ളി അടുത്ത ക്രൂസൈഡിന് പോയോടാ. ഇന്നത്തെ ബിരുദന്മാരങ്ങനെ, അവനെ പിന്നെ അമ്മയ്ക്ക് കൊടുക്കുകയല്ല, തള്ള പിന്നെ ഇങ്ങനെയൊക്കെ കാണുക, അയ്യോ എൻ്റെ മോനാണ് നിൽക്കുന്നത്. കാരണം ഇവനെ വെച്ചോണ്ട് പിന്നെ ഉള്ള സ്റ്റേജിലെല്ലാം ബ്രദറിന് എന്തോ സംഭവിച്ചു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ മരിച്ചു. റിയലി? ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. ഇംഗ്ലീഷ് തെറ്റിയോ? ഇല്ല, ഇരിക്കട്ടെ. ഇംഗ്ലീഷ് നമ്മുടെ സെക്ഷൻ്റെ കൺവെൻഷൻ അല്ലേ. അവൻ എന്തെല്ലാം ചെറുക്കനെ ഒന്ന് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കില്ല. അവനെ അമ്മയ്ക്ക് കൊടുത്ത് ജയിച്ചു അടുത്ത കാലത്തോട്ട് പോവുക. കുഷ്ഠരോഗിയെ ശുദ്ധമാക്കി. പക്ഷപാതക്കാരൻ പറഞ്ഞ് കിടക്കെടുത്ത് കിടക്കാൻ പറഞ്ഞു. ഒരു കൂനിത്തള്ള ചെമ്മീൻ ഇരിക്കും പോലായിരിക്കുന്ന കൂനി 18 കൊല്ലം യേശുവോടോട്ട് എന്ന് പറഞ്ഞ് നിന്റെ ബന്ധനം അടിച്ചെന്ന് പറഞ്ഞു. ഉള്ളതല്ല കമ്പിവടി പോലെ നടന്നു പോയെ. ഈ തള്ളേനെ യേശു എങ്ങും കൊണ്ടുപോയി സാക്ഷി പറയിപ്പിച്ചില്ല. നമ്മളാണെ തള്ളയെ വീട്ടിൽ വിടുകയല്ല, വണ്ടിയെ തന്നെ ഇരുത്തും. ആട്ടെ, ഞാനൊന്നും പറയുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള യേശുവിനെ സക്കായി കേട്ടപ്പം മനസ്സിലായി എനിക്കൊന്ന് കാണണം. യേശുവിനെ കാണാൻ പുറകോട്ടല്ല ഓടിയത്, മുന്നോട്ടാ ഓടിയത്. നീ നിൽക്കുന്നിടത്ത് നിന്നാൽ യേശുവിനെ കാണാനൊക്കത്തില്ല. നീ ഒന്ന് മുന്നോട്ട് ഓടിച്ചെന്ന് ഒരു കാട്ടത്തിയുടെ മേളിൽ, നിങ്ങൾക്ക് അറിയാമല്ലോ, കാട്ടത്തിയുടെ മേളിൽ കയറിക്ക, ആരും കാണരുത്, പക്ഷെ എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. അയ്യോ, നമ്മുടെ കർത്താവും ശിഷ്യന്മാരും അങ്ങോട്ട് നടന്നു വരുന്ന ആ സമയത്ത് കാട്ടത്തിയുടെ കീഴി വന്നേച്ച് യേശു മേളിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, സക്കായിയേ ഉരുണ്ട് വീടാനിറങ്ങ. ഉരുണ്ട് വീടെന്ന് എഴുതിയിട്ടില്ല, ഞാനങ്ങ് പറയാ, ഇറങ്ങി വരാൻ പറഞ്ഞു. അയ്യോ, അന്തം വിട്ടുപോയി. കാരണം പെട്ടെന്ന് പറയുമ്പോൾ ഉരുണ്ട് വീഴാൻ സാധ്യത ഞെട്ടും. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇന്ന് രാത്രി നിന്റെ വീട്ടിലാ. ഞാൻ ഇങ്ങനെ പറഞ്ഞത്, യേശു പ്രോഗ്രാം മാറ്റും. നിന്റെ നല്ല ആഗ്രഹമാണെങ്കിൽ യേശു പ്രോഗ്രാം മാറ്റും. വേറെ സ്ഥലത്തോട്ട് പോകാം, പക്ഷെ അന്ന് ഉടനെ ഇന്ന് രാത്രി നിന്റെ വീട്ടിലാണ്. സ്തോത്രം, സ്തോത്രം. അത്തിയുടെ മേളിൽ ഇരിക്കുക, കർത്താവ് സൂക്ഷം കണ്ടു. അല്ല, ഒരുത്തൻ അത്തിയുടെ കീഴിലിരുന്നു, അന്നേരം കണ്ടു. ചോദിച്ചു, നീ സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ? അയ്യോ, എന്നെ എങ്ങനെ അറിയാം? നീ അത്തിയുടെ കീഴിൽ ഇരുന്നപ്പോ മേളിൽ ഇരുന്നാലും നിന്നെ കാണും, കീഴെ ഇരുന്നാലും കാണും. ഉൽപ്പത്തി പുസ്തകം 3 പഠിക്കുമ്പോൾ സാധാരണ വേദപഠിതാക്കൾ പറയുന്നത് അപ്പച്ചനും അമ്മച്ചി ആദമും ഹവ്വായും അത്തിക്ക് മറഞ്ഞിരുന്നെന്നാ പറയുന്നത്. അതിന് ഏതാണ്ട് ന്യായം പറയുന്നത് അത്തിയില കൊണ്ടാണല്ലോ അരയാട. അമ്മാമ്മയ്ക്കൊരു ബർമുടായും അമ്മാമ്മയ്ക്ക് മിടിയും അച്ചായനൊരു ബർമുടായും ഒക്കെ 2 പേരും രാവിലെ ഒരു വടിയും കറക്കി ഇങ്ങനെ പോകുന്ന കാണാം. അപ്പൊ അത്തിയില കൊണ്ടാ. അതുകൊണ്ട് സാധാരണഗതിയിൽ അത്തിക്ക് മറഞ്ഞെന്ന. അങ്ങനെയെങ്കിൽ ചിന്തിച്ചോ, അത്തിയുടെ മേളിലിരുന്നാലും നിന്നെ കാണും, അത്തിയുടെ കീഴിലിരുന്നാലും നിന്നെ കാണും, അത്തിക്ക് മറഞ്ഞിരുന്നാലും കാണും. അവിടുത്തേക്ക് മറവായിട്ടൊന്നുമില്ല. എന്തിനേറെ യേശു സക്കായിയുടെ വീട്ടിൽ ചെന്നപ്പോഴേ പുള്ളി മാനസാന്തരപ്പെട്ടു. കണ്ടപ്പോഴേ മാനസാന്തരമായി. ചെന്നുടനെ പുള്ളി പറയാ, ഗുരു പകുതി കൊടുക്കുക ദരിദ്രന്മാർക്ക്. അതാ മാനസാന്തരം. പകുതി. നമുക്ക് മാനസാന്തരപ്പെട്ടപ്പോഴും അവൻ്റെ പകുതി പിന്നെ എടുക്കാണ്ടിരിക്കുക. പക്ഷേ പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ അനിയൻ അവൻ കാനഡയില, വരുമെന്നൊന്നും തോന്നുന്നില്ല. ഇത് നമുക്ക് തരുമെന്നാ ദൈവാത്മാവ് നാള്. എന്തിനാടാ നിന്റെ ആർത്തിപ്പണ്ടാരം? കിട്ടിയിട്ടും നിനക്ക് തികയുന്നില്ലല്ലോ. ഉണ്ട്, ഒത്തിരി ഉണ്ട്. എന്നോട് പറഞ്ഞല്ലോ, ഇത് പെങ്ങടതാ. അവൾക്ക് അപ്പച്ചന് അന്നേരം ഇച്ചിരിയൊക്കെ കൊടുത്ത് വിട്ടതാ. ഇനി എത്ര കിട്ടിയിട്ടും കന്നട്ടയ്ക്ക് എത്ര പിള്ളേരാ? മതിയല്ലോ, എന്തിനാ ഒത്തിരി? കന്നട്ടയ്ക്ക് എത്ര കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ലല്ലോ. അന്യായമായിട്ടൊന്നും സമ്പാദിക്കരുത് കേട്ടോ. അന്യായമായിട്ടൊക്കെ സമ്പാദിച്ചാൽ താനിടാത്ത മുട്ടമേ പൊടുന്നിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെ. മാനസാന്തരം നല്ലത് സക്കായിടാ. പകുതി കൊടുക്കുക എന്ന ദരിദ്രന്മാർക്ക്. എന്നിട്ട് നിർത്തിയില്ല. ഗുരു ആരോടെങ്കിലും ചതിവായിട്ട് വല്ലതും വാങ്ങിച്ചുണ്ട്, അതാ മാനസാന്തരം. അപ്പോൾ ശരിക്കും സുവിശേഷം കേട്ടാൽ ഒന്ന് മാനസാന്തരം ഉണ്ടാകും. മാനസാന്തരം വിവരിക്കുന്നില്ല. 2 സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. ശരിക്കും അറിയാമല്ലോ, വെല്ലുവിളി പോയിച്ച് വരിക ഷണ്ണൻ തിരിച്ച് തേരൽ ഇങ്ങോട്ട് വരുമ്പോൾ വാട്സപ്പിനകത്തൊന്നുമല്ല, ഒരാപ്പിനകത്തും കയറിയില്ല. നമ്മൾ സ്റ്റേജിലിരിക്കുമ്പോൾ തന്നെ മൊബൈലിൽ കളിക്കുന്ന ബിരുദന്മാരെ എനിക്കറിയാം. ഇവിടെ എല്ലാം നിങ്ങൾ മാന്യമായിട്ട് സഹകരിക്കുന്നിരിക്കുന്നു, അഭിനന്ദിക്കുന്നു നിങ്ങളെ. ചിലര് സ്റ്റേജിലിരിക്കുമ്പോഴും മാന്താ.
ഇവിടെ ഇരുന്നുകൊണ്ട് ഫോൺ ചെയ്യുക, യോഗത്തിലിരിക്കുക, പിന്നെ വിളിക്കാൻ ആയിക്കോട്ടെ. സഭായത്തിന് ഇതുമായിട്ട് ഇറങ്ങിപ്പോകുകയും കയറുകയും ഇറങ്ങിപ്പോകുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്, ഉണ്ടെന്ന്. അല്ല, ഞാനിപ്പോൾ പറയുന്നില്ല, എന്തിനാ വെറുതെ അലോഗ്യം ഉണ്ടാക്കുന്നത്.